തൻ്റെ മകൻ്റെ കല്യാണപ്പന്തലിൽ വെച്ച് അല്ലെങ്കിൽ വേദിയിൽ വെച്ച് 25 പെൺകുട്ടികളെ കെട്ടിച്ചയച്ച് ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് അറക്കൽ അഷ്റഫ് ഹാജി എന്ന കോക്കൂരിലെ ബിസിനസ്സുകാരൻ, പ്രവാസി വ്യവസായി. നമുക്ക് വലിയ സന്തോഷം നിറഞ്ഞ ഒരു വേദിയായിരുന്നത്. മകൻ ഫൈസലിൻ്റെ കല്യാണം നടക്കുന്ന ദിവസമാണിന്ന്. ആ വേദിയിൽ ഫൈസൽ വരൻ ധരിച്ച അതേ വസ്ത്രങ്ങളാണ് അവിടുത്തെ മറ്റു വരന്മാർക്കും അദ്ദേഹം നൽകിയത്. പെൺകുട്ടികൾക്കാണെങ്കിൽ നല്ല അവർക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ. പിന്നെ അഷ്റഫ് ഹാജി തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. ഏകദേശം 15,000-ഓളം ആളുകൾ ഇന്ന് മാത്രം കല്യാണത്തിന് വരുന്നു. എല്ലാവർക്കും ഒരേ ഭക്ഷണം. ഈ ഒരു കല്യാണത്തിന് അഷ്റഫ് ഹാജിയും യഹിയ ഉസ്താദും എന്നെ ക്ഷണിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇതല്ലേ മാതൃക എന്ന് പറയുന്നത്. തൻ്റെ സ്വന്തം മകൻ്റെ കല്യാണത്തിന് അതേ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൊടുത്താണ് അഷ്റഫ് ഹാജി ഇവിടെ വേറിട്ട് നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ അഷ്റഫ് ഹാജിയുടെ മകളുടെ കല്യാണത്തിന് മറ്റ് 7 നിർധനരായ പെൺകുട്ടികളെ കെട്ടിച്ചയച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് 25 പെൺകുട്ടികൾ, അതായത് 50 കുടുംബങ്ങൾ, അഷ്റഫ് ഹാജി ഉൾപ്പെടെ 51 കുടുംബങ്ങളിൽ സന്തോഷ നിമിഷമാണിത്. എനിക്കും വലിയ സന്തോഷമായി. ആളുകൾ ഒരേപോലെ പരിഗണിക്കുന്നു. വധുവരന്മാരൊക്കെ എത്ര സന്തോഷം ഉണ്ടാവില്ലേ ഈ കാലഘട്ടത്തിൽ. ഇങ്ങനെ ഒരു നിമിഷം വളരെ വ്യത്യസ്തമാണ്. ഒരു കേരള സ്റ്റോറി ആയിട്ടാണ്. ഫൈസലിന്റെ പേര് തന്നെയാണ്. താങ്കളുടെ കല്യാണം അത്രയും ബർക്കത്തുണ്ടായിരിക്കും. കാരണം ഒരുപാട് കുടുംബങ്ങളാണ് നിങ്ങൾ ഇതേത് വന്നപ്പോ സന്തോഷല്ലേ? ഓരോ ഘട്ടങ്ങളിലും ഇതിന്റെ വസ്ത്രം മുതൽ ഇവർക്ക് പറ്റിയത് അവരെടുക്കല്ല, അവർക്ക് പറ്റിയ വസ്ത്രം ഇദ്ദേഹവും കൂടി ധരിച്ചിട്ടാണ് നമ്മുടെ ഈ വിവാഹത്തിൽ അങ്ങനെ സംഭവം. ആണല്ലേ? അങ്ങനെ പ്രത്യേകത ഉണ്ട്. എല്ലാരും ഒരേ മോഡല്. ഓക്കെ. വാപ്പ വലിയ മാതൃക കേട്ടോ. ചെറിയ കാര്യമില്ല മൂപ്പര് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ നാടിനും നാട്ടുകാർക്കും ചെയ്യുന്ന ആളാണ് അഷ്റഫ് ഹാജി അല്ലേ? ഒരുപാട് സംഭവം ചെയ്യാൻ. പാവപ്പെട്ടവർക്ക് എവിടുന്നാണ് കല്യാണം? ഭാര്യവീട് പുത്തനത്താണിയാണ് അല്ലേ? അവരുടെ പേര് സാനിയ. അപ്പൊ നമ്മുടെ ചാനലിന്റെ ഈ എല്ലാവിധ മംഗളാശംസകളും പ്രാർത്ഥനകളും ഈ അവസരത്തിന് നൽകുകയാണ്. അഷ്റഫ് ഹാജി 50 കുടുംബങ്ങളാണ് സന്തോഷിക്കുന്നത്. ഏതായാലും പരസ്യം ബർക്കത്ത് നൽകട്ടെ. ചെറിയൊരു കാര്യം എല്ലാവരും മാതൃക. ഞാൻ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിടുന്നത് ഇങ്ങനെ വലിയൊരു മെസ്സേജ് ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ ഈ സദസ്സിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം അടുത്ത തലമുറകൾക്ക് ഇതൊരു പാഠപുസ്തകമാകട്ടെ. 50 കുടുംബം സന്ദർശിക്കാൻ തികച്ചും വ്യത്യസ്തമായ ഒരു വിരുന്ന് എന്നാണ്. തൻ്റെ നാട്ടിലെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വലിയൊരു തണൽ മരമാണ് അഷ്റഫ് ഹാജി. ഇപ്പോൾ ദാ ഈ വധുവരന്മാരുടെ മുഖത്ത് കണ്ട ആ സന്തോഷം, അത് നമുക്ക് പിന്നെ ചെറുതായി കാണാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള വേദി ഒരുക്കുക എന്ന് പറയുന്നത് അഷ്റഫ് ഹാജിയുടെ മനസ്സ് വളരെ വലുതാണ്. നല്ല ഫുഡ് കേട്ടോ. കല്യാണം ഉഷാറായില്ലേ? സ്വന്തം മക്കളെ പോലെ വേദിയിലേക്ക് ഈ വധുവരന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന രംഗം വളരെയധികം ആകർഷണീയമായി തോന്നി. ഇവിടെ വന്ന എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്താണ് അദ്ദേഹം സ്വീകരിച്ചത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് നല്ല മനുഷ്യരുടെ നാടാണ് കേരളം എന്ന് പറയുന്നത്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു വ്യത്യാസം കൂടാതെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇനിയും ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനത്തെ രംഗങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, പ്രവർത്തനങ്ങൾ നടക്കട്ടെ.